ചങ്ങടി നാഴി പൈരമണി ലഭിക്കാൻ പൊന്നുതമ്പുരാൻ അനുവദിച്ചു കൊടുത്ത സ്ഥലം ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിലെ പേരെടുത്ത കലാകാരന്മാർ അവരുടെ കലാസൃഷ്ടിയിലൂടെ സംഗീത മേഖലയിലൂടെ യാത്ര പോകുമ്പോൾ ഇപ്പോൾ ഫണി ഫാസ്റ്റ് 91.1 ഗാനം ആരംഭിച്ചത് വാസുമുണ്ടൻ ചേട്ടൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഗാനം മനോഹരമായിരുന്നു. അപ്പൊ അടുത്ത ഗാനത്തിലേക്ക് പോകുന്നുണ്ട്. ഷെയ്ഖ് ഫരീദ് ചങ്ങനാശ്ശേരിയിലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമമാണ് ഷെയ്ഖ് ഫരീദിന്റെ. ഗാന രചയിതാവ്, ഗായകൻ എന്ന നിലയിലൊക്കെ വളരെ പ്രശസ്തനായ എന്ന ഗാനം ആരംഭിക്കാനായിട്ട് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും. മൊത്തം വീശി എടുക്കുമായിരുന്നു. സംഗീതത്തിന്റെ മാസ്മര ലോകത്തെ തൊട്ടുണർത്തിക്കൊണ്ടുള്ള ശ്രീ കിഷോർ കുമാറിന്റെ 91ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഫണി ഫാസ്റ്റ് FM 91.1 RJ നിഷ റഹീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആഘോഷത്തില് കിഷോർ കുമാറിന്റെ ധാരാളം പാട്ടുകൾ ഞാൻ എന്റെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതാണ്. സമയപരിധി കുറവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഞാനിവിടെ ആലപിക്കുകയാണ്. രണ്ടുപേരും मस्ताना प्यार मेरा दीवाना, रूप तेरा मस्ताना प्यार मेरा दीवाना, भूल कोई हमसे ना हो जाए, रूप तेरा मस्ताना प्यार मेरा दीवाना, भूल कोई हमसे ना हो जाए, हो जाए. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓർമ്മ കിഷോർ കുമാറിന്റെ പാട്ട് അദ്ദേഹത്തിലേക്ക് വരാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ എനിക്ക് ഷെയ്ഖ് ഫരീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, കിഷോർജിയെ ഏറ്റവും അധികം ഇഷ്ടപ്പെടാനുള്ള അല്ലെ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ പാടാനുള്ള ഇപ്പോഴും എത്ര വയസ്സുള്ള? 63 വയസ്സ്. 63 വയസ്സ് കഴിഞ്ഞു. അപ്പൊ കിഷോർജി ഇഷ്ടപ്പെടാൻ മാത്രം വന്നതാണോ അതോ കിഷോർജിയോടുള്ള പ്രത്യേക പാട്ടിനോടുള്ള സ്നേഹം കൂടി വന്നതാണോ? കിഷോർ കുമാറിനോടുള്ള സ്നേഹവും ആദരവും ഓർത്താണ് ഞാൻ ഈ സദസ്സിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടില് എൻ്റെ ചെറുപ്പത്തിലെ റേഡിയോ ഞാൻ കേൾക്കുമായിരുന്നു. അന്ന് ഹിന്ദിപ്പാട്ടാണ് കൂടുതലും കേൾക്കുന്നത്. മുഹമ്മദ് റാഫിയുടെയും കിഷോർ കുമാറിന്റെയും പാട്ട്. അത് ഞാൻ എൻ്റെ ഒരു 10-12 വയസ്സ് തൊട്ട് ഞാൻ കേൾക്കുമായിരുന്നു. ഞാൻ റോഡിൽ കൂടെ പോകുമ്പോഴും ഞാൻ വീട്ടിലിരിക്കുമ്പോഴും കൂടി അദ്ദേഹത്തിന്റെ പാട്ടാണ് പാടിക്കൊണ്ട് നടന്നത്. എനിക്ക് വളരെ ഒരുപാട്
കൃത്യനിഷ്ഠയായിട്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഞാൻ പണ്ട് പാടുമായിരുന്നു. പക്ഷെ ഇപ്പം ഹിന്ദി പാട്ട് ഞാൻ കുറച്ച് മറന്നുപോയി. ഇപ്പം കൂടുതലും മലയാളമാണ് എനിക്ക്. എങ്കിലും അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാൽ എനിക്ക് എന്തോ വേറൊരു ലോകത്തിലാണെന്നുള്ളൊരു ഇതാണ് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ. അത്രയ്ക്ക് ഒരു സംഗീതത്തിന്റെ എന്ത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സ്വരമാധുരിയാണ് അദ്ദേഹത്തിന്റെ ആ സ്വരധാരയിൽ കൂടി ഒഴുകി വരുന്നത്. അപ്പോ ഷെയ്ഖ് ബരീദ് പറയുന്നത് കിഷോർ കുമാർ ജിയുടെ പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഗീതത്തിലേക്ക് ഒരു വഴിത്തിരിവ്, അല്ലെങ്കിൽ സംഗീതത്തെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് ഒരു അവസരം അല്ലെങ്കിൽ താല്പര്യം എന്നാണ് പറയുന്നത്. അപ്പോ താങ്ക് യു ഷെയ്ഖ് ബരീദ് ജി. അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നൽകിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫ് മുല്ലശ്ശേരിയാണ്. ശരിക്കും നമ്മൾ ഈ പ്രോഗ്രാം വേറെ സ്ഥലത്ത് ചെയ്യേണ്ടിയിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒറ്റ നിർബന്ധം കാരണം മാത്രമാണ് ഫണി ഫാസ്റ്റ് 99 ഇങ്ങനൊരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരം ഒരുങ്ങിയത്. അപ്പം ചങ്ങനാശ്ശേരിയുടെ നിറസാന്നിധ്യമായി ചങ്ങനാശ്ശേരിയുടെ നാൾവഴികളിലൂടെ ജീവിതവഴിയിലൂടെ സംഗീതത്തെ മാത്രം സ്നേഹിച്ചുകൊണ്ട് സംഗീതത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നും ജീവിതയാത്ര തുടരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മുടെ പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ ഒറ്റ ശ്രമം കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിവിടെ വന്നത്. അപ്പൊ പ്രിയപ്പെട്ട ലത്തീഫ് മുല്ലശ്ശേരി എന്ന നാമം എല്ലാവരുടെയും ഹൃദയത്തിൽ ഓർത്തിരിക്കണം. ചങ്ങനാശ്ശേരി വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കണം. അദ്ദേഹം നിരവധി സംഗീതത്തിലുള്ള രചനകള്, നിരവധി ഗാനങ്ങള് ഒക്കെ രചിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഷോർട്ട് ഫിലിം വളരെ മനോഹരമായ ഷോർട്ട് ഫിലിമാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഞാനത് അയച്ചു തരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹം മനോഹരമായ ഒരു ഗാനം കൂടി ആർപ്പിക്കും. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ പാടാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കിഷോർ കുമാറിന്റെ ഒരു പാട്ടാണ്. അത് കല്യാൺജി ആൻജി ആണ് അത് സംഗീതം പറഞ്ഞിരിക്കുന്നത്. അത് ആ പടത്തിന്റെ പേര് കൊറ കാഗസ്. ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന ഒരു പാട്ടാണ്. ഈ രൂപതരാമസ്ഥാനമൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള പാട്ടാണ്. പക്ഷെ ആ പാട്ട് എന്റെ ഹൃദയത്തെ ഭയങ്കര, എനിക്ക് ഈ നേരത്തെ ഷെയ്ഖ് ബരീദ് പറഞ്ഞതല്ലേ, എങ്ങോട്ടൊക്കെയോ നമ്മളെ കൊണ്ടുപോകുന്നു, എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. ആ പാട്ട് ഞാനൊന്ന് പാടുകയാണ്. मेरा जीवन कोरा कागज ओराई रे गया, मेरा जीवन कोरा कागज ओराई रे गया, जो निहाता आंसुओं में संग बह गया, मेरा जीवन कोरा कागज ओराई ले गया। एक हवा का झोंका आया, छूटा डाली से फूल, छूटा डाली से फूल। एक हवा के झोंका आया, छूटा डाली से फूल, छूटा डाली से फूल। ना पवन की ना चमन की इसके है भूल, इसके है भूल। हो गई खुशबू हवा में कच न रह गया, मेरा जीवन कोरा कागज ओराई रे गया, ओराई रे गया, ओराई रे गया। കിഷോർ ജിയുടെ ഇതരത്തിൽ നിന്ന് ഉതിർന്നു വീണ ഈ മനോഹര ഗാനത്തെ കണ്ട നാളത്തിലേക്ക് എടുത്ത് നമ്മുടെ ഇന്നത്തെ മനോഹരമായ ഫണി ഫാസ്റ്റ് വേണ്ടി ആലപിച്ചത് ലത്തീഫ് മുല്ലശ്ശേരിയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർ ലത്തീഫ് മുല്ലശ്ശേരി അദ്ദേഹത്തിൽ നിന്നും മനോഹരമായ ഗാനം
വീണ്ടും പുനർജനിച്ചപ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു ജയത്തോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചില്ലെങ്കിൽ ശരിയല്ലോ. അപ്പൊ തീർച്ചയായിട്ടും സംഗീത രംഗത്ത് വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അങ്ങ് ഈ സംഗീത രംഗത്തേക്ക് വന്നപ്പോൾ ഈ അങ്ങയുടെ കാലഘട്ടത്തിൽ, അങ്ങയുടെ യൗവന കാലഘട്ടത്തിൽ ശരിക്കും കിഷോർജിയിൽ അങ്ങ് കണ്ടിട്ടുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ കിഷോർജിയിൽ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തെ ഒരു ഗായകനായിട്ടല്ല, അദ്ദേഹം ഒരു ഗായകനായത് യാദൃച്ഛ്യമാണ്. അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കിഷോർ കുമാറിനോട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് അഭിനയിക്കണം. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം ആദ്യം അഭിനയിച്ചു, എങ്കിലും അദ്ദേഹത്തിന് സംഗീത രംഗത്താണ് ദൈവം നിൽക്കാനായിട്ടുള്ള ഇടം കൊടുത്തത്. അത് തന്നെയല്ല, അദ്ദേഹം ഒരു ആ വ്യക്തിത്വത്തെ പറയുമ്പോഴത്തേക്ക് ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, പിന്നെ തിരക്കഥാകൃത്ത്, അങ്ങനെ എല്ലാ മേഖലകളിലും സിനിമയിൽ നിറഞ്ഞു. 1950 തൊട്ട് 80 വരെ നിറഞ്ഞു എന്നുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തോട് ഒരു പ്രത്യേക ഒരു സ്നേഹമുണ്ട്. മുഹമ്മദ് റാബിയോടും അതുപോലെ സ്നേഹം ഉണ്ടെങ്കിലും ഇദ്ദേഹം വേറെ എല്ലാ മേഖലകളിലും ഒരു കൈവയ്ക്കുന്ന ഒരാളായിരുന്നു. അവിടെ ഒരു പ്രത്യേക ഒരു സ്നേഹം എനിക്ക് അദ്ദേഹത്തോട്. അദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള സാഡ് സോങ്ങുകൾ, ഈ എസ്.ടി. ബർമൻ സാർ, അതുപോലെ തന്നെ കല്യാൺ ജാനകി ചെയ്ത പഴയ പാട്ടുകൾ, ആ പാട്ടുകളൊക്കെ നമുക്ക് വളരെ പേരാണ്. പിന്നെ ഈ അന്നത്തെ അടിപൊളി, നമ്മളിപ്പോ ഇപ്പോഴത്തെ അടിപൊളി എന്ന് പറയുന്നത് സംഗീത ഉപകരണങ്ങളുടെ കോലാഹലവും കുറച്ച് ബഹളവും കുറച്ച് വരികളുടെ ഒരുമാതിരി ഓപ്പറാട്ടത്തിനെ കാണിക്കുന്ന അവരല്ലാതെ രൂപത്തര മസ്താനായും അതുപോലെ സപ്നോക്കി റാണിയൊക്കെ അന്നത്തെ അടിപൊളിയാണ്. അത് അടിപൊളി തന്നെ, ഇന്നും അത് അടിപൊളിയാണ്. പക്ഷെ ഇപ്പം തരംതാണ അടിപൊളിയല്ല. അപ്പം ആ അടിപൊളിയാണെങ്കിലും അതിനകത്തൊരു മെലഡി എല്ലാം ഒതുങ്ങി ഇന്ന് അങ്ങനെ ചെയ്യുന്ന പാട്ടുകളായിരുന്നു. R.D. ബർമനും S.D. ബർമനും അവരെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഈ കിഷോർ കുമാറിനോടുള്ള ഒരു സ്നേഹം ഇന്നത്തെ ഈ ദിവസം നമുക്ക് പങ്കുവെക്കാൻ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ സാധിച്ചതിന്റെ ഒരു വലിയൊരു കാര്യമാണ്. ഈ ഫണി ഫാസ്റ്റ് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് നിങ്ങളോട് പറയാൻ വെക്കുന്നത്. ഇതുപോലെ ആ ഗായകനെ വീണ്ടും അനുസരിച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഇനിയും ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ നിർത്തുന്നു. അപ്പോ നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫ് മുല്ലശ്ശേരിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടാണ്. അപ്പോൾ ഒത്തിരി നേരത്തെ ഒത്തിരി വിഷയങ്ങളായി ഫണി ഫാസ്റ്റ് ഞാൻ ഇഷ്ടമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകേണ്ടത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമ്മളൊപ്പം കേൾക്കാം. അപ്പോൾ ഞാൻ ക്ഷണിക്കുന്നു സുധി സാഗർ, ചങ്ങനാശ്ശേരിയുടെ നിര സാന്നിധ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ മനോഹരമായ ഗാനം നിങ്ങൾക്ക് അതുകൊണ്ട് നൽകും. അപ്പോ സുധി സാഗറെ നമ്മുടെ പ്രിയപ്പെട്ട മനോഹരമായ ഈ കിഷോർജിയുടെ 91ാമത് ജന്മദിന ആഘോഷം അല്ലെങ്കിൽ അദ്ദേഹത്തെ ജന്മദിനത്തോട് തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനം അനുഭവിക്കാനായിട്ട് ഇങ്ങനെ ലൈവ് പോകുന്നുണ്ടോ?
ഏറ്റവും നേരത്തെ ഒത്തിരി വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് 91 ഞാൻ നിസ്സറിയമാണ്. അപ്പോ നമ്മുടെ കിഷോർജിയെ കുറിച്ചുള്ള മനോഹരമായ ഗാനങ്ങളോട് യാത്രയാത്ര തുടരുകയാണ്. അപ്പോ ഇനിയും അടുത്ത പാട്ട് പാടുന്ന ഗായകനെ നമുക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. അപ്പോ സുനിൽ പെരുമാൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം സംഗീതത്തെ കൂടാതെ തന്നെ ഒരു വൈദ്യൻ കൂടിയാണ്. ആയുർവേദ രംഗത്ത് മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുന്ന അദ്ദേഹത്തെ ചങ്ങനാശ്ശേരിയുടെ അഭിമാനമായി ഒരുപാട് പേരുടെ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന സംഗീതത്തോട് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി അടുത്ത ഗാനം ആലപിക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. സുനിലേ ഇത്തിരി നേരത്തെ ഒത്തിരി വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് 91 ഞാൻ നിസ്സറിയമാണ്. അപ്പോ നമ്മുടെ കിഷോർജിയെ കുറിച്ചുള്ള മനോഹരമായ നേതയെ കുറിച്ച് അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ മിന്നും ഭാരത നക്ഷത്രത്തെ ഓർമ്മിച്ചുകൊണ്ട് ഹൃദയത്തെ ഏറ്റെടുത്തുകൊണ്ട് ചങ്ങനാശ്ശേരിയുടെ നിരവധി കലാകാരന്മാർ അണിനിരക്കുന്ന മനോഹരമായ ഒരു പരിപാടികളാണ് അവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാന്യ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട എല്ലാ ഗാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലത്തീഫ് പുലശ്ശേരി എന്ന് പറയുന്ന അഗ്രഹ കലാകാരനോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോട് എനിക്ക് ഇനിയൊരു ഗായകൻ വരാനുള്ള ഇടവേളയിൽ ഒരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾ നിരവധി ഗാനങ്ങൾ അതിൽ കിഷോർജിയെ ഓർമ്മിച്ചുകൊണ്ട് കിഷോർജിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഗാനത്തിലേക്ക് പോയിട്ടുണ്ടോ? കിഷോർ ചിന്തിച്ചുകൊണ്ടുള്ള ഗാനമല്ല, അദ്ദേഹത്തിന്റെ ഈ പിന്നെ ഈ ഞാനിപ്പോ പാടിയ കൊറാക്കാലെ ആ പാട്ട് മെരാ ജീവൻ, ആ പാട്ട് എന്നെ സ്വാധീനിച്ചതിന്റെ ആ പശ്ചാത്തലത്തിലാണ് ഞാൻ കായത്തിരകളിൽ കണ്ണീരലകളിൽ നിന്നുള്ള പാട്ട് എനിക്ക് ജന്മം കൊടുക്കാനായിട്ട് സാധിച്ചത്. അതിന്റെ രാഗം, ആ ഒരു ചായ്വ എന്റെ മനസ്സിൽ എപ്പോഴും കിടന്ന് തുടിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അപ്പൊ ആ പാട്ടും ഈ പാട്ടും അതിന്റെ പാരടിയൊന്നുമല്ല, അത് എന്റെ ജ്യേഷ്ഠ സഹോദരൻ സലീം പുലശ്ശേരി രചിച്ച് ഞാൻ ഷൂട്ട് ചെയ്ത പാട്ടാണ്. അതിന്റെ രണ്ടുപേരും ഞാനൊന്ന് പാടി കേൾപ്പിക്കാം. കായത്തിരകളിൽ കണ്ണീരലകളിൽ കാറ്റുമൊഴിയുവതേ, കായത്തിരകളിൽ കണ്ണീരലകളിൽ കാറ്റുമൊഴിയുവതേ, കരളിലുയരും മോഹമോ തരളിതം ശോകരാഗമോ, ഇരുളിലലിയും മൗനമേ, കാറ്റും തിരയും ഞാനും ഒരു പോലെ, കായത്തിരകളിൽ കണ്ണീരലകളിൽ കാറ്റുമൊഴിയുവതെന്തേ. താങ്കളുടെ ഈ ഗാനം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്, ആദ്യത്തിലേക്ക് തോന്നിയ ഒരു കാര്യമാണ്. അപ്പോ ഈ കോറ കാഗസ് ഈ പാട്ട് കൂടി മിക്സ് ചെയ്ത് പാടാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വലിയൊരു അനുഭവമായി. मेरा मेरा जीवन कोरा कागज कोरा ही रे गया, कोरा कागज मेरा जीवन कोरा ही रे. കുഴപ്പമില്ല, നീ അടുത്തേക്ക് അല്ലല്ല, അത് വേണ്ട, ഒന്ന് പാടിട്ട് കൊടുത്താൽ മതി. मेरा जीवन कोरा कागज कोरा ही रे गया, मेरा जीवन कोरा कागज कोरा ही रे गया. मेरा जीवन കായത്തിരകളിൽ കണ്ണീരലകളിൽ കാറ്റുമൊഴിയുവതേ, കായത്തിരകളിൽ കണ്ണീരലകളിൽ കാറ്റുമൊഴിയുവതേ.
छूटा डाली से भूल, छूटा डाली से भूल, കായത്തിരകൾ കണ്ണീരലകൾ കാറ്റുമൊഴിയുവതന്തേ കരളിലുയരും മോഹമോ തരളിതം ശോകരാഗമോ ഇരുളിലലിയും മൗനമേ കാറ്റും തിരയും ഞാനും ഒരുപോലെ ഇക് ഹവാ കാ ഝോക്കാ ആയ छूटा डाली से भूल, छूटा डाली से भूल, ना पवन की ना चमन की इसकी है ये भूल, इसकी है ये भूल, हो गई खुशबू हवा में कहीं न रह गया കായത്തിരകൾ കണ്ണീരലകൾ കാറ്റുമൊഴിയുവതന്തേ. അപ്പോൾ ഒത്തിരി നേരത്തെ ഒത്തിരി വിശേഷങ്ങളായി ഫണി ഫാസ്റ്റ് 99 ഞാൻ നിസ്സർഗമാണ്. നിങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കള് ഇപ്പോൾ കേട്ടത് വളരെ മനോഹരമായ ഒരു കമ്പോസിഷനായിരുന്നു. 2 പാട്ടുകൾ, അതായത് കോറക്കാലസ് എന്ന മനോഹര ഗാനത്തിനെടുത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് അതിമനോഹരമായിട്ട് സുജാതയെ കൊണ്ട് പാടിപ്പിച്ച ആ മനോഹര ഗാനമാണ് നിങ്ങളോട് കേട്ടത്. അപ്പോൾ അടുത്ത ഗാനത്തിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ ഗായകൻ സുനിൽ പെരുമാളിനെ ഏറെ സ്നേഹത്തോടു കൂടി അടുത്ത ഗാനം ആരംഭിക്കാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സുനിൽ പെരുമാളിന്റെ അതിരത്തിൽ നിന്ന് മുതിർന്നു വീഴുന്ന മനോഹര ഗാനം നമുക്ക് കേൾക്കാം. അപ്പോൾ നിരവധി ഗാനങ്ങൾ ഇങ്ങനെ സുനിൽ പെരുമാളിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ലയിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ അവസരത്തിൽ ഏത് പാട്ട് പാടണം എന്നൊരു ആശങ്കയിൽ സുനിൽ പെരുമാൾ നിൽക്കുന്നത്. സുനിൽ പെരുമാൾ ഏത് പാട്ട് പാടാൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരുപാട് ഗാനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ഏത് ഗാനമാണ് അദ്ദേഹം ആലപിക്കേണ്ടത് എന്നുള്ള ആശങ്കയിലാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് തന്നെ പറയാം, ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടും. പ്രേക്ഷകരെ ശ്രോതാക്കളെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ കാത്തിരിക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി മനോഹരമായ ഗാനം ആലപിച്ചാൽ മാത്രമേ അവർ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് കൂടുതൽ ആകർഷകമാവുകയുള്ളൂ. അതുകൊണ്ട് സുനിൽ പെരുമാൾ എത്രയും പെട്ടെന്ന് ഒരു പാട്ട് ആലപിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഹിന്ദി ഗാനമേഖലയുടെ പ്രിയങ്കരനായ ഗായകൻ കിഷോർജിയെ ഈ അവസരത്തിൽ ജന്മദിന ആശംസകൾ നേരുകയാണ്. കിഷോർജിയുടെ ഗാനം അല്ലെങ്കിലും പോപ്പുലറായ ഒരു ഹിന്ദി ഗാനം ഞാൻ ആലപിക്കുകയാണ്. ഹേ മേരേ ഹംസബ് एक जरा सुन सदाए दे रही है हम दिल प्यार की है मेरे हम सफर एक जरा सुन सदाए दे रही है मंजिल प्यार की അപ്പോ ഇത്തിരി നേരം ഒത്തിരി പാട്ടിന്റെ വിശേഷങ്ങളായി ഫണി ഫാസ്റ്റ് അപ്പോ നമ്മുടെ കിഷോർജിയോടുള്ള കൺമറഞ്ഞ പോയ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആരാധകരെ സൂചിപ്പിക്കാനായിട്ട് ഇപ്പോൾ കയാമത്തെ ഗാനമാണ് ഇവിടെ ഇപ്പോൾ അദ്ദേഹം ഇവിടെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് ഒരുപാട് ഗാനങ്ങൾ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു. ഒരുപാട് ഗാനങ്ങൾ അങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏത് ഗാനം ആരംഭിക്കുന്ന ആശങ്കയായിരുന്നു. എന്തായാലും ട്രിബ്യൂട്ട് കണക്ക് ഉണ്ടാവും. അപ്പോ ഓക്കെ, എന്താണ് താങ്കൾക്ക് ഫണി ഫാസ്റ്റ് ശ്രോതാക്കളോട് താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഫണി ഫാസ്റ്റ് FM 91.1 ലെ
പ്രിയങ്കരനായ നമ്മുടെ ആങ്കർ നിഷ റഹീമിനെ ഈ ലൈവ് പ്രോഗ്രാമിന്റെ എല്ലാവിധ മംഗള ആശംസകളും അഭിവാദ്യങ്ങളും അദ്ദേഹത്തെ അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസൻസ് ആണ് ഈ പരിപാടി ഇത്രയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് നയിച്ചു കൊണ്ടുവന്ന അദ്ദേഹത്തിന് എല്ലാവിധ ദീർഘായുസ്സും നേർന്നുകൊണ്ട് കിഷോർ കുമാർജിയുടെ ഈ ഗാനസന്ധ്യ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സുനിലിന് കിട്ടിയ ഒരു അവസരം അദ്ദേഹം നന്നായിട്ട് ഉപയോഗിച്ചു. അപ്പൊ അതിങ്ങനെ വേണം ഒരു കലാകാരന്റെ മികവെന്ന് പറയുന്നത് ഫണി ഫാസ്റ്റ് കിട്ടുന്നുള്ള അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. ആദ്യത്തെ നിഷാദിന് കിട്ടുന്ന അംഗീകാരമല്ല, അപ്പോൾ ഫണി ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ റേഡിയോയിൽ കിട്ടുന്ന ഒരു അംഗീകാരമാണ് കാണുന്നത്. അപ്പൊ അടുത്ത ഗാനമായി പോകേണ്ടതുണ്ട്. നമ്മുടെ കലാകാരന്മാർ ഇങ്ങനെ പാടുവാനായിട്ട് ആകാംക്ഷപരമായിട്ട് ആവേശത്തോടു കൂടി ഇരിക്കുന്ന ഈ അവസരത്തിൽ അടുത്ത ഗാനത്തിലേക്ക് ഞാൻ വിളിക്കുന്നു. അജയ്, താങ്കളുടെ പേര്? അരവിന്ദ്. എനിക്ക് ഇവിടെ ഇവിടെ പ്രമുഖമാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് എനിക്ക് എത്തിയോട് അറിയുന്നത്. അപ്പൊ ചേട്ടനെ അടുത്ത ഗാനം ആരംഭിക്കാനായിട്ട് ഞങ്ങളുടെ സ്വാഗതം ചെയ്യുകയാണ്. അരവിന്ദൻ ചേട്ടൻ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ പാടുന്ന പാടിനെ പറ്റി ഞാൻ പറയാം. അതിന് ഉപരി എനിക്ക് പറയേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ. നമുക്കിന്ന് ഇവിടെ അവസരം കിഷോർ സാജിയുടെ കാര്യം പറയുന്നത് ഈ വീട്ടിൽ വരാൻ കൂടാനുള്ള സാഹചര്യം പറയുന്നത്. അപ്പം ഇവിടുത്തെ അമ്മയും ബൈജുവിന്റെ ചേട്ടനെയാണ് അവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പിന്നെ എന്റെ കൂടെ വരാൻ കാര്യം ഒരു ആളുണ്ട്, അശോക് ശ്രീധർ. പുള്ളി അനന്തമംഗലം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തപ്പോൾ പഴയ വീട് 60 വർഷത്തിന് മുമ്പുള്ള വീട് 60 വർഷം മുമ്പുള്ള പാത്രങ്ങൾ ഇതെല്ലാം പുള്ളിക്ക് വേണമായിരുന്നു. അങ്ങനെ തിരക്കി വന്ന് ആ കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ ബൈജു എന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വിളിച്ചതിന് ഇവിടെ പലതും ഷോർട്ട് ഫിലിമുകളായി പാട്ടുകളായി അത് എന്തെങ്കിലും പറയാൻ പോകണമെങ്കിൽ സമയത്തിൽ പിടിക്കും. ഞാൻ ആ ഭാഗത്തോടൊന്നും പോകുന്നില്ല. കിഷോറിയെ പറ്റി തന്നെ പറയാം. പിന്നെ ഇവിടെ ഇത് സംഘടിപ്പിക്കാൻ കാരണക്കാരനായ നിഷ റഹീം. അപ്പം അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം നേതൃത്വം നൽകുന്ന വ്യക്തിയുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു വലിയൊരു കലാകാരനുണ്ട് ലക്ഷ്മണമൂർത്തി. ഞാൻ അങ്ങനെ പറയുന്നു, ഞാൻ അങ്ങനെ വിളിക്കുന്നത്. പിന്നെ നമ്മുടെ അനന്തമൂലത്തിനകത്ത് ഒരു വലിയ കലാകാരനുണ്ട് പറങ്കോട് സുനിൽ പെരുമാൾ. പിന്നെ അങ്ങനെ നമ്മൾ ഒത്തിരി പേര് ഉണ്ട്. അപ്പം ഈ റഹീം ഈ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനൊരു കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തത് സാക്ഷാത്കരിക്കാൻ പറ്റി. ഇതിന്റെ ഒക്കെ ഇത്രമാത്രം അസ്വസ്ഥതയാണ്. ഇന്നിപ്പം അശോക് ശ്രീധർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നമ്മുടെ മലയാളികളുടെ തന്നെയാണല്ല, എനിക്ക് ആർക്കും അറിയത്തില്ലാത്തൊരു കാര്യമായിരിക്കും. കെ.ആർ. ഭാരതദാസിന്റെ ഒരു ശിഷ്യനാണ് അശോക് ശ്രീധർ. നമുക്ക് നമ്മളെ ഈ നിൽക്കുന്നവരെല്ലാം വളർന്ന് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലും ഇന്ത്യയിലൊക്കെ പോവാം. അപ്പം അശോക് ഇവരെല്ലാം ഒന്ന് പറയാതെ എനിക്ക് വേറെ എനിക്ക് കാര്യത്തിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇമോഷണൽ ഉണ്ട് എന്ന് വെച്ചാൽ വാക്കുകൾ നമ്മൾ എഴുതി കൂട്ടിയൊന്നും വന്നതല്ല. ഞാൻ കരുതാൻ വെച്ചിരുന്ന പാട്ട് ഇവിടെ 2-3 പേരൊക്കെ റീച്ച് ചെയ്തു. ആരാധനയ്ക്കാത്ത പാട്ട്. അപ്പൊ ഞാൻ കിഷോർജിയെ പറ്റി പറയുകയാണെങ്കിൽ കിഷോർജി ഒരു നടനായിട്ടാണ് വന്നത്. 22 പടം ചെയ്തു, 16 പടം പൊട്ടിപ്പോയി. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് 1948 സിദ്ധിയിൽ പാടി. ആ പാട്ടിലൂടെ പിന്നെ പുള്ളിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നില്ല. 1987 ഒക്ടോബർ 13 പുള്ളി മരിച്ചു. അപ്പം ആ പുള്ളിയെ പറ്റി ഇത്രയും ഒരു അറിവ് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറെ പുള്ളിയെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ പുള്ളി ഒരു മലയാളം പാട്ട് പാടി. അയോധ്യ എന്ന സിനിമയില് നസീറും കെ.ആർ. വിജയും നമ്മുടെ മാസ്റ്റർ രഘു എന്ന് പറയുന്ന കുട്ടിയും എല്ലാവരും കടപ്പുറത്ത് വെച്ചാണ് ആ പാട്ട് എഴുതിയിരിക്കുന്ന പി. ഭാസ്കരൻ സാർ. അപ്പം എനിക്ക് പാടാനുള്ള പാട്ട് ഇവർ പാടിയുണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഇരുന്ന് ഞാനൊന്ന് നോക്കിയാ, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പം ആ പാട്ട് സംഗീതം ചെയ്തിരിക്കുന്നത് ജയറാം മാഷാണ്. ആ പാട്ട് ഇങ്ങനെയാണ്: ABCD ചേട്ടൻ കേടി അനിയന് പേടി അടി പിടി ഇടി. അപ്പൊ അങ്ങനെ പോകുന്നത്. നിനക്ക് ഹിന്ദി മാലു തോട തോട മാലു, പിന്നെ നമ്മുടെ ഭാഷ ഹിന്ദി ചേർന്ന തേനും നല്ല പാലും. അങ്ങനെ പുള്ളിയുടെ പാട്ട്. അപ്പം അങ്ങനെ ഇവരെല്ലാരും നമ്മളെ ഈ ഇപ്പം അധിക പ്രസംഗം എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് ബൈജുവിനോട് വളരെ നന്ദിയുണ്ട്. ഈ വീട് നമ്മുടെ അനന്തമോഹനം നീ മുന്നോട്ട് പോകണം. ആ ഷോർട്ട് ഫിലിമിന്റെ പകുതി ആയിരിക്കുകയാണ്. അതിന്റെ പാട്ട് പാടുന്ന ബൈജു ആണ്. സംഗീതം ചെയ്യുന്നത് ലത്തിമുല്ലശ്ശേരിയാണ്. അതിനകത്തെ ഒരു വലിയൊരു കഥാപാത്രമാണ് ഇവിടെ നിൽക്കുന്നത്, ഈ സുനിൽ പ്രഭാകരൻ. ഇതിന്റെ സംവിധായകനോട് ഞാൻ വളരെ നന്ദിയുണ്ട്. ഈ സംവിധാനം ഇല്ലെങ്കിൽ ഇത് ഇവിടെ ഇല്ല. അശോകൻ എന്ന് പറയുന്ന പുള്ളിക്ക് ഒരു ഭാര്യ
ഭർത്താവിന് വിഷം കൊടുത്തു കൊല്ലുന്നു, അങ്ങനെ ഒരു ത്രെഡ് പറഞ്ഞു. അതിൽ നിന്ന് മുന്നോട്ട് പോയതാണ് ബൈയുമായിട്ടുള്ള ബന്ധം. നമ്മുടെ ഇവിടെ ഇന്ന് ഈ കിഷോർ കുമാറിന്റെയും കഴിഞ്ഞ ദിവസം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒക്കെ നമ്മളിവിടെ വെച്ചു. ഇനിയും പലതും വരും. അപ്പം ഇതിന് ഏറ്റവും നന്ദി എനിക്ക് അശോക് സാറാണ് പറയാനുള്ളത്. ഇന്നിപ്പോ അതിലും ഉപരി ഈ അശോക് സാർ നമുക്ക് സംഭാവന ചെയ്ത റേഡിയോ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. റേഡിയോ അതിന്റെ പേര് ഫണി ഫസ്റ്റ് ഫണി ഫസ്റ്റ് FM 91.1. അതിന് വളരെ നന്ദി. PJ നിഷ റഹീമിന് RG. സോറി. അപ്പം നമ്മളെ കണക്ക് കൂട്ടി വന്നതല്ല ഇവിടെ വന്നപ്പോൾ തെറ്റി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പാട്ടുകളെല്ലാം പലരും വന്ന് വലിച്ചു കീറി എടുത്തു. പിന്നെ ഇപ്പം തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മലയാളത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വളരെ നന്ദിയുണ്ട് എന്റെ ലത്തീഫണ്ണനോട്. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് വേറൊരാളെ പറയാതിരിക്കാൻ വേണ്ട. 78കളിൽ എന്റെ ഗുരുവായ നാരായണ കൈമൾ സാറിന് അത് കഴിഞ്ഞ് കിട്ടിയ ഒരു മുതലാണ് എനിക്കിത്. ഇതില്ല ഞാൻ ഒട്ടുമില്ല. അപ്പം പാട്ടിലും ഷോർട്ട് ഫിലിമിലും പിന്നെ എഴുത്തിലും സംഗീതം ഇതിനെല്ലാം ഒരു കല. നമ്മുടെ ചങ്ങനാശ്ശേരി അറിയാതെ പോയ ഒരാളെന്ന് എല്ലാവരും പറയും. പക്ഷെ ചങ്ങനാശ്ശേരിക്കാർക്ക് എല്ലാം അറിയാവുന്ന ഒരാളാണ്. നമുക്ക് അവസരങ്ങളാണ്. ഈ ലൈവ് കാണുന്നവരും ഈ ഇത് കാണുന്നവരും ലത്തീഫണ്ണന് അവസരം കൊടുക്കണം. അവസരം കൊടുത്താൽ ഞങ്ങൾ ഈ ടീം മൊത്തം ലത്തീഫണ്ണന്റെ കൂടെ ഉണ്ട്. മനസ്സിലായോ? അപ്പം നമുക്ക് ഈ ഗുരുവിനെ ഞാനൊന്ന് വന്ദിക്കുന്നു. അശോക് വന്ദിക്കുന്നു. ഇത് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ റേഡിയോ ജോക്കി അങ്ങനെ പറഞ്ഞ കുഴപ്പമുണ്ടോ? പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി നമ്മുടെ ആളാ. ഇങ്ങോട്ട് മാറി നിൽക്കുക ദക്ഷിണ. പിന്നെ നാട്ടിരിക്കുന്ന ഒരാള്. എനിക്ക് എല്ലാവരും കൂടെ പറയാൻ കഴിഞ്ഞാൽ സമയം പോയി. മഴ വരുന്നു, വീട്ടിൽ പോകണം, കുഞ്ഞുങ്ങളെ അറിയുന്നു, കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവരുണ്ട് ഇവിടെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പോ വളരെ അധികം നന്ദി. അവസരമായി കിട്ടിയ ഒരു അവസരത്തിൽ നമ്മുടെ സഭയിലൂടെ കിഷോർജിയെ കുറിച്ച് മാത്രം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ മനോഹരമായ ഗാനങ്ങൾ അവതരിപ്പിക്കാനാണ്. എന്നാൽ പ്രേക്ഷകർക്ക് ഒരു സമ്മാനം പോലെ തന്നെ കിട്ടിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ അജയൻ ചേട്ടൻ. ഞാൻ അജയൻ ചേട്ടൻ എപ്പോഴും ഇദ്ദേഹത്തെ വിളിക്കാറുള്ളത്. ഇദ്ദേഹം കാണുമ്പോഴൊക്കെ അജയൻ ചേട്ടൻ പറയാറുള്ളത് അദ്ദേഹം ഒരു നിമിത്തമാണ്. കാരണം അദ്ദേഹമാണ് അശോക് ജി എന്ന് പറയുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും മുഖേന ഞാൻ ഇവിടെ വരുമ്പോൾ അതിനുശേഷം ഇവിടെ ഞാനൊരു ടെലിഫിലിമിൽ വർക്ക് ചെയ്തു. ആ സമയത്ത് അതിനുശേഷം ഞാനൊരു ആവശ്യപ്പെട്ടപ്പോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അത് ഇവിടത്തേക്ക് ഇങ്ങനൊരു കാര്യം വരെ എത്തിക്കുവാനുള്ള പിന്നാമ്പുറങ്ങളിൽ നിന്ന് ശരിക്കും എന്നെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഇത്. അപ്പോ അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ സുധിസാഗരയുടെ ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും സഹോദരനെയും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ വലിയ നിറഞ്ഞ മനസ്സാണ്. നിറഞ്ഞ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ കലാപ്രവർത്തനത്തിന് ചെല്ലുമ്പോൾ ആരും വീടുകൾ അല്ലെങ്കിൽ റേഡിയോയ്ക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യാൻ ചെയ്യുമ്പോൾ അവർ കൂടുതൽ ഒരു കസേര ഇട്ട് അവിടെ ഇരിക്കാനാണ് പറയുന്നത്. അതിനുശേഷം കാര്യമായ ഒരു ചോദ്യം ചോദിക്കാൻ തിരിച്ചു പോകുക അത്രയും അപ്പുറത്തേക്ക് ഓരോന്നില്ല. എന്നാൽ ഇവിടെ സംഭവിച്ച അങ്ങനെയല്ല. സുധിസാഗര ശരിക്കും നമ്മളോട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. വൈദ്യു സുധിസാഗര അദ്ദേഹത്തിന്റെ ആ ഒരു സഹകരണം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഓരോ നിമിഷവും നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഇന്ന് തന്നെ ഈ സെറ്റൊക്കെ ഇട്ട് നമ്മളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു, എൻകറേജ് ചെയ്തു. പണി ഫാസ്റ്റിനായിട്ട് എന്തൊക്കെ അദ്ദേഹം നോക്കി ഈ വിളക്കുകളും ഈ ഇത്രയും ആൾക്കാരെ സംഘടിപ്പിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുവാനായിട്ടുള്ള അവസരം അദ്ദേഹത്തോട് പ്രത്യേകം പണി ഫാസ്റ്റിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ അശോക് ചേട്ടൻ എന്ന് പറയുന്ന ക്യാമറാമാൻ അപ്പുറത്തെ എന്റെ സുഹൃത്ത്, അദ്ദേഹം ശരിക്കും അദ്ദേഹം ഒരു വലിയ നിമിത്തമാണ് എന്നെ ഇവിടെ ഇത്രയും വലിയ കലാകാരന്മാരോട് പരിചയപ്പെടുവാനും കലാകാരന്മാരോട് ഈഴ്ച വരുവാനും അതോടൊപ്പം നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും. ഇനിയും ഇന്നലെ തന്നെ അവരുടെ ഒരു പുതിയ ഒരു സംരംഭത്തിൽ തുടർന്ന് കുറിച്ചു. അതിന്റെ പേര് നമുക്ക് പ്രിയപ്പെട്ട ആദരണീയനായിട്ടുള്ള നമ്മുടെ ലത്തീഫ് സുലക്ഷയുടെ വാക്കുകളോട് കേൾക്കാം. ഞങ്ങൾ ഇതിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇവിടെ രൂപീകരിച്ചു. അതിന്റെ പേര് നിശാഗന്ധി. നിശാഗന്ധിയിൽ കൂടി ഒരുപാട് കലാകാരന്മാർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുക, സമൂഹത്തിന് തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ ആത്മാർത്ഥയോടെ കലയിൽ കൂടെ ഒരു സഞ്ചാരം നടത്തുക. ഇത് മൂന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. അവിടെ ജാതി മത രാഷ്ട്രീയ ചിന്തകളോ അതൊന്നും വരാൻ പാടില്ല എന്ന് ഇതിന്റെ ഒരു സംഘാടകനായ നിഷാർ റഹീം പറഞ്ഞു. അതുപോലെ ഇവിടെ ജാതിയും മതവും ഒന്നും രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ഒരു സംഘടനയാണ്, ഒരു ഇത് വാട്സപ്പ് ഗ്രൂപ്പാണ്. പാട്ട് കഴിഞ്ഞിട്ടേ അശ്വൻ വന്നൊരു പാട്ട് പാടണേ. എന്നാ എന്തായാലും